റീച്ചോളിച്ചുകളെ നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിയേണ്ടി വരും. കുറച്ചു നേരം മുന്നേ വന്ന ആ ഒരു ന്യൂസ് ഇങ്ങനെയാണ്. അതായത് ബസ്സിൽ അതിക്രമമെന്ന് ആരോപിച്ച് യുവതി വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് പോലീസിൽ പരാതി നൽകും. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കമ്മീഷണർ, കലക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്കാണ് കുടുംബം പരാതി നൽകുക. സമാന സംഭവത്തിൽ DGPക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് മരിച്ച ദീപകിന്റെ അമ്മ പറഞ്ഞു. മകന് ഇത്തരത്തിലൊരു ചീത്ത സ്വഭാവമില്ല, അവൻ അങ്ങനെ ഒരാളല്ലെന്നും അങ്ങനെ ഒരാളാണെന്ന് ആരും പറയില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ദീപക്കാണ് നോക്കിയതെന്നും ഇനി തനിക്കാരുമില്ലെന്നും ദീപകിന്റെ അമ്മ പറഞ്ഞു. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഈ റീച്ചോളിച്ചുകളെ കൊണ്ട് വല്ലാത്ത ഇടങ്ങാറ് തന്നെയാണ്. ഇവരെ നിലക്ക് നിർത്തണം. കാരണം എന്താ പറയുക, നമുക്കൊക്കെ ബസ്സിൽ യാത്ര ചെയ്യാനുള്ളതാണ്. ഇത് വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടുതൽ നല്ല പറയണതുണ്ട്, പക്ഷെ നല്ല പണി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് ആ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുക എന്നുള്ളത്. നിയമം എന്താണ് ഇതിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.